എന്നാൽ ബദരീങ്ങൾ റബ്ബിനോടാണ് സഹായം തേടിയത്. തീർന്നില്ല. ഇതിന്റെ മറുവശമാണ് അവർക്കൊരു മുറാദുണ്ട്. എന്താണ് മുറാദ്? ഉദ്ദേശ്യം ബദറിൽ വിജയിച്ച് കിട്ടണം. അതാണ് അവരുടെ മുറാദ്. ആ മുറാദ് ഹാസിലാകാൻ, അത് സാധ്യമാകാൻ അവർ ആരോട് തേടി? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് തേടി, അല്ലേ? എന്നാൽ ഇന്ന് ബദരീങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുറാദിയ മുറാദിയ മുറാദി മുറാദിയ അഹ്ലി ബദരി യാ മുറാദി, എന്റെ മുറാദേ, എന്റെ ഉദ്ദേശമേ, എന്റെ ഉദ്ദേശമേ ബദരീങ്ങളെ. ആരുടെ മുറാദ് പറയുന്നത്? ബദരീങ്ങളോട്. ബദരീങ്ങൾ മുറാദ് ഹാസിലാകാൻ ആരോടാ പറഞ്ഞത്? റബ്ബിനോട്. ബദരീങ്ങളോടൊപ്പം സ്വർഗത്ത് പോകണോ എങ്കിൽ മുറാദ് ഹാസിലാകാൻ ബദരീങ്ങൾ പറഞ്ഞതുപോലെ റബ്ബിനോട് പറഞ്ഞോ. ബദരീങ്ങളോടാണ് നീ പറയുന്നതെങ്കിൽ നാളെ ബദരീങ്ങളെ നിന്റെ ശത്രുപക്ഷത്ത് കാണാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് ബദരീങ്ങൾ വിളിച്ചതുപോലെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്. നേർച്ച ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തെല്ലാം റബ്ബിനെ പറ്റൂ. അതുകൊണ്ട് നേർച്ച ഇസ്ലാമിലുണ്ട്. അത് ഇബാദത്തായത് കൊണ്ട് തന്നെ നേർച്ച റബ്ബിന് മാത്രമേ നേരാൻ പാടുള്ളൂ. പടച്ചവനോട് മാത്രമേ നേർച്ച പാടുള്ളൂ. അടുത്ത തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കും ഇൻഷാ അല്ലാഹ്. അത് അല്ലാഹുവിനുള്ള നേർച്ചയാണ്. ഇന്ന് യതീംഖാനയിലെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അത് അല്ലാഹുവിനുള്ള നേർച്ചയാകുന്നു. യതീംഖാനയിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക വഴി അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ പ്രതിഫലമാണ് പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ചത്തെ, വ്യാഴാഴ്ചത്തെ അല്ലെങ്കിൽ 6 നോമ്പ് നോൽക്കുക വഴി അല്ലാഹുവിന്റെ പ്രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അല്ലാഹുവിനുള്ള ഇബാദത്താകുന്നു. എന്നാൽ ബദരീങ്ങളുടെ ആണ്ടിലേക്കൊരു കോഴി, അപ്പോൾ പ്രീതി പ്രതീക്ഷിക്കുന്നത് ബദരീങ്ങളിൽ നിന്നാണ്. അത് ബദരീങ്ങൾക്കുള്ള നേർച്ചയാകുന്നു, ബദരീങ്ങൾക്കുള്ള ഇബാദത്താകുന്നു. നിത്യനരകം, ഒരിക്കലും രക്ഷപ്പെടാതെ നരകത്തിൽ പോകും. റബ്ബിന് മാത്രം കൊടുക്കേണ്ട നേർച്ചയാകുന്ന ഇബാദത്ത് മഹാന്മാരായ ബദരീങ്ങളെ അപമാനിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് അവർ യുദ്ധം ചെയ്തത് മക്കയിലെ മുശ്രിക്കുകളെ, നിങ്ങൾ ഇബ്രാഹിം നബിക്ക് നേർച്ച കൊടുക്കല്ല അബൂജഹലെ, ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കല്ല ഉത്തുബത്തെ, പടച്ചോന് കൊടുക്ക നേർച്ച എന്നാ ബദരീങ്ങൾ പറഞ്ഞത്. നമ്മൾ പറയാ നിങ്ങൾ എന്നെ പിടിച്ചോളി ബദരീങ്ങളെ നേർച്ച. എന്താ വ്യത്യാസം? അതുകൊണ്ട് നേർച്ച ഇബാദത്താണ്. ആ നേർച്ച പടച്ചവന്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. ഇത്രയും പറഞ്ഞാൽ മതി. കണ്ടോ, ഇവർക്ക് നേർച്ച എന്നല്ല, ഇവര് ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞു. ഞാൻ ഇത്രയും ബദരീങ്ങളെ തള്ളി പറഞ്ഞതാ? ബദരീങ്ങളെ തള്ളിപ്പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ബദരീങ്ങൾക്കല്ല നേർച്ച കൊടുക്കേണ്ടത്. ബദരീങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന് മാത്രമാണ് നേർച്ച കൊടുക്കേണ്ടത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാനുള്ള മാർഗം പരിശുദ്ധ ഖുർആനിലേക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുള്ള തിരിച്ചുപോക്കതൊന്നു മാത്രമാണ്. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരണ വീട്ടിൽ വന്നു. ആ സന്ദർഭത്തിൽ, ആ മരണ വീട്ടിൽ വെച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ കണ്ണുപൂട്ടി, കണ്ണുകൾ തുറന്നു കിടക്കുകയായിരുന്നു. കണ്ണു പൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ റൂഹിന്റെ പിന്നാലെ കണ്ണ് തുടർന്നുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. അവിടെ കൂടി ആളുകൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ പൊട്ടിക്കരഞ്ഞു, കണ്ണുപൂട്ടി. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ, അബീ സലമക്ക് റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ. നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്തു മനസ്സിലാക്കി സഹോദരങ്ങളെ? ഈ മരണ വീട്ടിൽ മഹാനായ റസൂലുള്ളാഹി വന്നപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? കൈതേരിയിൽ, കപ്പണയിൽ ഈ പ്രദേശത്തൊരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർലി ബശീർ, പടച്ചോനെ ബഷീറാകുന്ന ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ എന്നും പേര് വെച്ച് ദുആ ചെയ്യണമെന്നല്ലേ അവിടെ റസൂലുള്ളാഹി. എല്ലാവരും ഇരിക്ക്. അൽ ഫാത്തിഹ, എല്ലാവരും ഫാത്തിഹ ഓതി. റസൂലുള്ളാഹിയും ഫാത്തിഹ ഓതി.
സ്വഹാത്തും ഹാബത്തും ഫാത്തിഹ ഓതി, ഒരു യാസീൻ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, സൂറത്തുൽ ഫലഖ് ഓതി, സൂറത്തുൻ നാസ് ഓതി, നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കില്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഇത് വേണ്ടെന്ന കണ്ടോ ഫാത്തിഹ എതിർക്കുന്ന ആൾക്കാർ, കണ്ടോ യാസീൻ എതിർക്കുന്ന ആൾക്കാര്. യാസീനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, ഫാത്തിഹയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ആ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ച റസൂലുള്ള ഓതാത്ത ഒരു സ്ഥലത്ത് ഫാത്തിഹ ഓതിക്കൂടാ. യാസീൻ നമുക്ക് പഠിപ്പിച്ച റസൂലുള്ള ഓതാത്ത ഒരു സ്ഥലത്ത് യാസീൻ ഓതിക്കൂടാ. അതുകൊണ്ടാ സഹോദരങ്ങളെ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അള്ളാന്റെ റസൂൽ ഒരു ശരിയില്ലപ്പാ, റസൂലുള്ള ഈ യാസീനൊന്നും ഓതാണ്ട് അല്ലാഹും ഗഫിർലി അബീ സലമ അത് പറഞ്ഞത് ശരിയായില്ല നമ്മുടെ അഭിപ്രായം? അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടെ റസൂലുള്ള എന്ത് ചെയ്തോ അത് നമ്മളും ചെയ്യണം. റസൂലുള്ള ദുആ ചെയ്തു, ബാക്കി എല്ലാവരും ആമീൻ പറഞ്ഞു, നമുക്കും ചെയ്യാമായിരുന്നു. വളരെ തങ്ക ലിപികളിൽ ഹദീസിൽ രേഖപ്പെടുന്നു, മരണ വീട്ടിലേക്ക് റസൂലുള്ള കയറി ചെന്നപ്പോൾ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെയും നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ അവിടെ പരിഹാരം എന്താ? ഈ ഭിന്നിപ്പിന്റെ പരിഹാരം എന്താ? ഇനി നിങ്ങളൊരു മരണ വീട്ടിൽ പോയി അവിടുന്ന് ഒരു മുലിയാരെ ഫാത്തിഹ വിളിച്ചു, ആമീൻ പറഞ്ഞു, നമ്മൾ ആമീൻ പറഞ്ഞല്ലോ, ഓ ഷുജായിനെ നോക്കണേ, ദ്വാരിക്കുമ്പോ കയ്യും താത്തിട്ട് കുത്തിരിക്കുന്നു, ഇതൊക്കെ എവിടുന്ന് വന്നാ പടച്ചാന്? എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? കാരണം തെറ്റിദ്ധരിച്ചു പറയാണ്, എന്താ നമ്മൾ കൈതാത്തിനാൻ കാരണം പടച്ചോനെ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു പരിപാടിയാണല്ലോ ഇത്. എന്തു പറ്റി? ഇതാ നമ്മളെ വിഷമം, മറ്റൊരു വിഷമം. പടച്ചോനെ ഇതെന്തൊരു രംഗാന്നല്ലോ ചോക്കിയ. നല്ലൊരു ദുആ അങ്ങനെ നടക്കുമ്പോ മൂപ്പര് കയ്യും താത്തിട്ട് അറ്റൻഷൻ. ധിക്കാരി, സ്വന്തം ബാപ്പ മരിക്കുമ്പോ ദ്വാരക്കാത്തോൻ. ഇവിടെ ദുആ ചെയ്യണം സഹോദര. എങ്ങനെ ദുആ ചെയ്യണം? ഹബീബ് പഠിപ്പിച്ചതുപോലെ. അവിടെയാണ് ദീനിന്റെ ഓരോ വിഷയങ്ങളും. അറിയുമോ, ഉറങ്ങാൻ നേരമുള്ള ഒരു ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ ദുആയുടെ അവസാന ഭാഗം ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത. അതെ, നീ അയച്ച നബിയിൽ, നീ ഇറക്കിയ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സ്വഹാബത്ത് കാണാതെ പഠിച്ചു. ഒരു സ്വഹാബി തിരിച്ചു ചൊല്ലിക്കൊടുത്തു, ചെറിയൊരു വ്യത്യാസം പറ്റി. ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്നിടത്ത് വബിറസൂലിക്കല്ലദീ അർസൽത എന്നായി പോയി. നമ്മുടെ അഭിപ്രായം എന്താ? അത് വലിയ പ്രശ്നം നോക്കണ്ട, നബിയും റസൂലും ഒന്നും തന്നല്ലേ എന്നായിരിക്കും നമ്മൾ പറയാ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു കാണാതെ പറഞ്ഞു കൊടുത്തപ്പോ ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിറസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ, അങ്ങനെ പറ്റൂല, റസൂൽ എന്ന് പറയാൻ പറ്റൂല, നബി തന്നെ പറയണം. ഒരു വാക്കിന്റെ കാര്യത്തിൽ കടുംപിടുത്തം. കാരണം എന്താ? വഹിയിൽ അങ്ങനെയുള്ളത്. ഹദീസ് വഹിയാണ്, ഖുർആൻ വഹിയാണ്, ഹദീസും വഹിയാണ്. സ്വഹീഹായ ഹദീസ് വഹിയാണ്. ആ വഹിയിലുള്ളത് എന്താ? നബിനാണ്. അത് മാറ്റാൻ റസൂലുള്ളാഹിക്ക് അധികാരമില്ല. ഹജ്ജിന് പോകുന്ന ആളുകള് മഖാമു ഇബ്രാഹിമിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നു. എന്നാൽ ആ നമസ്കാരം അവിടെ നിർദ്ദേശിക്കപ്പെടുന്നതിന് മുമ്പ്, ആ നമസ്കാരം ആ നമസ്കാരം അവിടെ നിർദ്ദേശിക്കപ്പെടുന്നതിന് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഖത്താബും കൂടി മഖാം ഇബ്രാഹിമിൽ വന്നു. എന്താ മഖാം ഇബ്രാഹിം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തുമ്പോ നിവർന്നു നിന്നൊരു കല്ല് വെച്ചു. ഖാമ, നിന്നു, മഖാം, നിന്ന സ്ഥലം. നമ്മളെ നാട്ടിലൊക്കെ കിടക്കുന്ന സ്ഥലത്തിനാ മഖാം എന്ന് പറയാം. ഖുർആൻ നിൽക്കുന്ന സ്ഥലത്തിനാ പറഞ്ഞത്. ആ മഖാം ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി നിന്ന സ്ഥലത്ത് ഒരു 2 റക്അത്ത് നിസ്കാരം ഞാൻ നിർവഹിച്ചോട്ടെ എന്ന് ആര് ചോദിക്കുന്നു? ഫിൽ ജന്നാന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉമർ ഖത്താബ് റസൂലിനോട് പറയാണ്, നബിയെ ഒരു 2 റക്അത്ത് ഇവിടുന്ന്. നബി പറഞ്ഞു, പറ്റില്ല ഉമറേ, പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിന്റെ പ്രവാചകനും ആ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് ഫിൽ ജന്ന എന്ന് റസൂലുള്ള പറഞ്ഞ ഉമർ ഖത്താബും കൂടി ആലോചിച്ചാലും ഒരു 2 റക്അത്ത് നിസ്കാരം ഇസ്ലാമിൽ കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ എങ്ങനെ അവിടെ 2 റക്അത്ത് നിസ്കാരം വന്നത്? പിന്നീട് വഹി വന്നു, അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹി വന്നു, മുഹമ്മദേ 2 റക്അത്ത് നിസ്കരിച്ചോ, നിസ്കാരം വന്നു. എന്നാൽ നമ്മളെ നാട്ടില് നിങ്ങളൊക്കെ കേട്ടൊരു കുത്തുബിയത്തില്ലേ, മുഹൈദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിന് മുമ്പ് 12 റക്അത്ത് നിസ്കാരം.
ഈ കുത്തുബിയത്ത് എഴുതിയത് എന്നാണെന്നറിയോ? ഹിജ്റ 1040 റസൂലുള്ള വഫാത്തായി 1030 കൊല്ലത്തിന് ശേഷം. ഈ കുത്തുബിയത്ത് എഴുതിയതാരാന്നറിയോ? തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുള്ള സദഖത്തുല്ലാഹിൽ കാഹിരി. അപ്പൊ റസൂലുള്ള വഫാത്തായി 1000 കൊല്ലത്തിന് ശേഷം 12 റക്അത്ത് നിസ്കാരം. റസൂലിന്റെ കാലത്ത് ഒരു 2 റക്അത്ത് നിസ്കാരം അള്ളാഹ് അനുമതി നൽകാതെ പാടില്ല. നിങ്ങൾ ആലോചിക്കി. എന്നിട്ട് ആ 12 റക്അത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ഓൻ ദീനെ സ്നേഹിക്കാത്തോൻ, ഓൻ മഹാന്മാരെ ആദരിക്കാത്തോൻ. എങ്ങനെയുണ്ട്? ഇതാണ് നാടിന്റെ അവസ്ഥ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന സഹോദരീ സഹോദരന്മാരിൽ എത്ര പേർക്കറിയാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് 1000 കൊല്ലത്തിന് ശേഷമാണ് കുതുബിയത്തുണ്ടായത് എന്ന് എത്ര പേർക്കറിയാം? എത്രക്കറിയാം? പലർക്കും അറിയാം. ഇത് അറിയിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാലോ അങ്ങനെ അറിയിച്ചു കൊടുക്കാൻ സംഭവിക്കൂല. അറിയിച്ചു കൊടുത്ത ആൾക്കാർക്ക് സംഗതി മനസ്സിലായി പോവും. അതുകൊണ്ട് സംഗതി മനസ്സിലാക്കാൻ സമ്മതിക്കൂല. അതാണ് പുതിയ പുതിയ നിലപാടുകൾ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇങ്ങനെ കുറെ സത്യങ്ങൾ, ആ സത്യങ്ങളിൽ വ്യക്തത ലഭിക്കുവാൻ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ ഖുർആനിലേക്ക് ഹദീസിലേക്ക് മടക്കണം. അതാണ് അടിസ്ഥാനപരമായ പരിഹാരം. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ രാപ്പകലില്ലാതെ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ പോയി ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, പടച്ചവന് മാത്രമേ നേർച്ച കൊടുക്കാവൂ, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൗലിദുകൾ ഓതിക്കൊണ്ട് ജിന്നുകളെ വിളിക്കല്ലേ, മലക്കുകളെ വിളിക്കല്ലേ എന്ന് ജനങ്ങളോട് പറയുമ്പോ കേരളത്തിലെ ഈ ഇസ്ലാഹി മുന്നേറ്റത്തെ, തൗഹീദിന്റെ മുന്നേറ്റത്തെ, സുന്നത്തിന്റെ മുന്നേറ്റത്തെ തടയിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെ വിഷമിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടത്തി നോക്കി. ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ അവരെ പരിപാടിക്കൊന്നും പോകല്ലേ, ഓല് മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനാക്കിയ എന്റെ ആയിഷക്കുട്ടിയെ, നബി ഒരു സാധാരണ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നബി ഒരു സാധാരണ മനുഷ്യനല്ലേ അവർ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ല, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പ്രത്യേകതയുണ്ട്. മുഹമ്മദ് നബിക്ക് യാതൊരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സലഫി പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെയാ പറയുന്നത്? ഒരു പ്രത്യേകതയും അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ പിന്നെന്തിനാ സലഫിന്റെ ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്? ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോ, എന്റെ സുഹൃത്ത് പ്രസംഗം തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമല്ലേ തുടങ്ങിയത്? അതെ. അപ്പൊ റസൂലുള്ളാഹിക്ക് പ്രത്യേകതല്ലേ? ഉണ്ട്. റസൂലുള്ളാഹിയെ വിശ്വസിക്കാത്തവൻ കാഫറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പരലോകത്തുണ്ട്. അത് അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. മഹാനായ റസൂലുള്ളാഹിയാണ് ഖബർ പൊട്ടിപ്പിളർന്ന് ആദ്യമായി പുറത്തേക്ക് വരിക. റസൂലുള്ളാഹിയാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. റസൂലുള്ളാഹി മഅസൂമാണ്, പാപ സുരക്ഷിതനാണ്. ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ, ഒരു സംശയവും വേണ്ട. ഇതങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ വെറുതെ പറയാ, ഓർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. കാരണം മാത്രമല്ല, മരണപ്പെട്ടു പോയ KJUവിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ ഉമർ മൗലവി സാഹിബ് എഴുതി വെച്ചു, മുഹമ്മദ് നബി കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവൻ കാഫറാകുന്നു. ഇതൊന്ന് വായിച്ചു കൊടുത്ത്. അപ്പൊ നിങ്ങൾ ആ ബേളൊന്നും നടക്കൂല, ഓൽക്ക് അള്ളയുണ്ട്, നബിയുണ്ട്, ഒക്കെ ഉണ്ട്, ഞങ്ങൾ പോലെ പരിപാടി കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ, പരിപാടി എന്നല്ലാതാക്കുക, അതാ അടുത്ത പരിപാടി. കേൾക്കാൻ സമ്മതിക്കാതിരിക്കുക. ഈ രൂപത്തിലേക്കാണ് പിന്നീട് പോയത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഓൽക്ക് മഹാന്മാരോട് ഒരു സ്നേഹമില്ല, ഓൽക്ക് മഹാന്മാരെ സ്നേഹിക്കൂല എന്ന് ഒരേ കാലം പറഞ്ഞു നോക്കി. അതൊക്കെ സലഫികൾ വന്ന് അവരുടെ നിലപാട് ഖുർആനും ഹദീസും അനുസരിച്ച് അങ്ങ് പറഞ്ഞപ്പോ ഈ ഓലപ്പാമ്പുകളൊക്കെ പോയി അല്ലേ. പിന്നീട് അതാ വരുന്നു പുതിയ പുതിയ പ്രതിസന്ധി. 10 കൊല്ലം മുമ്പ് ഒരു പ്രതിസന്ധിയുമായി ആളുകൾ വന്നു. അവിടെ ഇവിടെയും പോയി ഇങ്ങനെ തൗഹീദ് പറഞ്ഞ് വയല് പറഞ്ഞ് അങ്ങനെ മറ്റോര് മറുപടി പറഞ്ഞ് ഇതൊന്നും ഞമ്മക്ക് വേണ്ട. നമ്മൾ ഈ ക്രിസ്ത്യാനികളെ മാതിരി അരിയും പഞ്ചാരയും ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരെ നമ്മളിലേക്ക് അടുപ്പിച്ച് അങ്ങനെ ഇസ്ലാമാക്കിയാ പോരെ, അങ്ങനെ തൗഹീദ് കൊടുത്താ പോരെ. 10 കൊല്ലം മുമ്പ് കുറച്ച് ആൾക്കാർക്ക് തോന്നി, മക്കളെ നിങ്ങളാ ക്രിസ്ത്യാനികൾ പരിപാടി ഇവിടെ അല്ല, അരിയും പഞ്ചാരയും മതം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം,
തൗഹീദ് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈമാനുള്ളവരുടെ ബാധ്യതയാണ്. മതത്തിലെ കാളക്കൂട്ടാനുള്ള കൈക്കൂലി അല്ലാതെ ആ ക്രൈസ്തവരുടെ പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെയാണ് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ ഹുസൈൻ മടവൂരും കൂട്ടരും ഇതിനങ്ങോട്ട് ഇറങ്ങിപ്പോയി വേറൊരു സംഘടന ഉണ്ടാക്കിയത്. തൗഹീദ് അങ്ങനെ പച്ചയായിട്ട് അങ്ങനെ പറഞ്ഞാൽ അവർ നയരേഖ അവതരിപ്പിച്ചു. ഖണ്ഡന മണ്ഡന മുക്തമായ പ്രബോധന ശൈലി വേണം, അഥവാ ജമാഅത്തുകാരെ മാതിരിയാകണം. ചോദ്യവും മറുപടിയൊന്നും വേണ്ട, ഖണ്ഡന പ്രസംഗങ്ങൾ വേണ്ട, മറുപടി പ്രസംഗങ്ങൾ വേണ്ട. ഇതൊന്നും നമ്മൾ നടത്തുന്ന പരിപാടിയല്ല. പക്ഷേ ഒരു സ്ഥലത്ത് വന്ന് മൈക്ക് കെട്ടിയിട്ട് വഹീദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണമെന്ന് വിളിച്ചോളൂ ഉമ്മമാരെ, വിളിച്ചോളൂ ഉപ്പമാരെ എന്നൊരു മുസ്ലിയാർ പ്രസംഗിച്ചാൽ ഈമാനുള്ളവർ ഇറങ്ങും, മൈക്ക് പെർമിഷൻ കൊടുക്കും, എന്നിട്ട് നോട്ടീസ് അടിക്കും, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുസ്ലിയാർ പറഞ്ഞത് തെറ്റാ, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, പടച്ചോനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ജീവൻ ഉണ്ടെങ്കിൽ പറയും ഈ പരിപാടി വേണ്ട, ഈ പരിപാടി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഹുസൈൻ മടവൂരും കൂട്ടരും അവരപ്പുറത്ത് പോയപ്പോ ആളെ കിട്ടുന്നില്ല. ജനങ്ങളൊന്നാകെ തൗഹീദിനോടൊപ്പം സുന്നത്തിനോടൊപ്പം ദഅവത്തിനോടൊപ്പം കുടുങ്ങിയല്ല പടച്ചോനെ, ഇറങ്ങുകയും ചെയ്ത്. അപ്പൊ അവരുണ്ടാക്കിയൊരു ബോംബാണ് ഈ കേന്ദ്രം എന്ന് പറയുന്നത്. TP അബ്ദുള്ള കോയ മദനിയും അതുപോലെ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് DPയും ജനറൽ സെക്രട്ടറി APയും പ്രതിദാനം ചെയ്യുന്ന KNM നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ KNMനെ പറ്റി 2012 വേണമെങ്കിൽ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റ് മനസ്സിൽ ഓർമ്മിച്ചു വെച്ചോ. 2002 ആഗസ്റ്റ് 23 KNMനെ കുറിച്ച്, ഈ തൗഹീദ് പറയാൻ നാവിട്ടടിക്കുന്ന ഈ സംഘത്തെക്കുറിച്ച് 2002 ആഗസ്റ്റ് 23 ശബാബ് എഴുതി. മൻഹജ് വാദം, പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി. പിശാചിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കുക. ആരാധിക്കുന്നു? ഹുസൈൻ സലഫി ആരാധിക്കുന്നു എന്നല്ല, സക്കരിയ സലാഹി ആരാധിക്കുന്നല്ല, APയും TPയും പ്രതിദാനം ചെയ്യുന്ന KNM പിശാചിനെ സേവിക്കുന്ന അവസ്ഥയിലെത്തിയതിന് നാം ഒക്കെ മാപ്പുസാക്ഷികളായി. അപ്പോൾ ഈ ശിർക്കാരോപണത്തിന്റെ പഴക്കം എത്ര? 11-12 കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. അന്ന് അവർ പറഞ്ഞതാണ് ഈ ദുർന്യായം, ഈ ആരോപണം അന്ന് പറഞ്ഞതാ. അത് കഴിഞ്ഞ് വീണ്ടും 2004 മണ്ണാർക്കാട് സംവാദം നടന്നപ്പോൾ അതിനെ അവലോകനം ചെയ്തുകൊണ്ട് അബ്ദുസ്സലാം സുലമി വീണ്ടും ശിർക്കാരോപണം നടത്തി. 2007 കാന്തപുരം വിഭാഗത്തിന്റെ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സെൻസിംഗ് മാസികക്ക് അബ്ദുസ്സലാം സുല്ലമി ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ കൊടുത്ത് രംഗാലോചിച്ച് നോക്കി സലാം പറഞ്ഞിട്ടുണ്ടാവോ? സലാം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. KNMനെ തകർക്കാൻ നമ്മൾ ഒന്നിച്ചിരിക്കുക, ഇരുന്നോളി പറഞ്ഞോളി പോയിക്കോളി. അങ്ങനെ ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ സെൻസിംഗ് കളറിൽ പ്രസിദ്ധീകരിച്ചു. ചട്ടയിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ ഫോട്ടോ കൊടുത്തു. എന്തായിരുന്നു ഹെഡിങ്? 2007 ഏപ്രിൽ മാസം മൗലവി വിഭാഗം മുശ്രിക്കുകൾ. ആരെ ഈ മൗലവി? AP അബ്ദുൽ ഖാദർ മൗലവി. ആ മൗലവിയ. മൗലവി വിഭാഗം അഥവാ KNMകാർ മുശ്രിക്കുകൾ. 2007 ഈ ആരോപണം വന്നപ്പോൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ തൗഹീദ് പറയുന്നതോടൊപ്പം തൗഹീദ് പറയുന്നവരെ തകർക്കാൻ നടക്കുന്ന മടവൂർ വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ചു. നിങ്ങൾ എന്തിന്റെ പേരിലാ മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത് AP അബ്ദുൽ ഖാദർ മൗലവി പ്രതിനിധാനം ചെയ്യുന്ന KNM സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു എന്നാണ് ചേകനൂരിൽ നിന്ന് കടമെടുത്ത CN അഹമ്മദ് മൗലവിയിൽ നിന്ന് കടമെടുത്ത വാദം അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത്. അപ്പോൾ നാം അവരെ നിർത്തി. ഓഡിറ്റോറിയങ്ങളിൽ, വീടുകളിൽ, പഠന ക്യാമ്പുകളിൽ,
പള്ളികളിൽ, അത്യാവശ്യമുള്ളിടത്ത് പൊതുയോഗങ്ങളിൽ നാം അവരോട് പറഞ്ഞു, ഈ പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് അലവി മൗലവി കൂടി പങ്കെടുത്ത ഖുർആൻ പരിഭാഷയാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. സ്വന്തം മകന് ഉപ്പ മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനം വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അവിടെ കാണാം സിഹറിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന പിഴച്ച വാദം മുഅ്തസിലാക്കളിൽ നിന്ന് വന്നതാണ്. പിഴച്ച കക്ഷികളുടെ വാദമാണത്. തീർന്നില്ല. 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഴപ്പമുണ്ടാക്കുന്ന പിണക്കുന്ന സിഹറിനെ പറ്റി, അതിന്റെ ഫലത്തെക്കുറിച്ച് 2-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, KNMന്റെ 1ാമത്തെ പ്രസിഡന്റായിരുന്ന KM മൗലവി മുമ്പ് കൊടുത്ത ഫത്വ 2008 മടവൂർ വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറി CP ഉമർ സുല്ലമിയുടെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രസിദ്ധീകരിച്ചു. യുവത പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ കാണാം, എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പോൾ KM മൗലവി സിഹിർ ഇല്ല എന്നല്ല പറഞ്ഞത്. സിഹിർ എന്ന പരീക്ഷണം വന്നാൽ അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്, ജാറത്തിലേക്ക് പോകരുത്, പണിക്കരെടുത്തും തങ്ങളെടുത്തും പോകരുത്. അതിന് ഖുർആൻ ഓതുകയാണ് വേണ്ടത്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തെളിവുകൾ നിരത്തിക്കൊടുത്തു. എന്തു പറയാനുണ്ട് വടവൂർ വിഭാഗമേ, പത്തി മടക്കേണ്ടി വന്നു അവർക്ക്. തീർന്നില്ല. 2004 മെയ് 28-ാം തീയതി ഷബാബ് ഫത്വ കൊടുത്തു. ഷബാബ് കൊടുത്ത ഫത്വ എന്തായിരുന്നു? അതെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ഫലിച്ചിട്ടുണ്ട് എന്ന് ഷബാബ് ഫത്വ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സഹീഹുൽ ബുഖാരി 5767, 5763, 5766 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഷബാബ് പറയുന്നു, അദ്ദേഹത്തിന് അഥവാ റസൂലുള്ളാഹിക്ക് വേദന അനുഭവപ്പെട്ടെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. 2004 മെയ് 28 ഷബാബിന്റെ ഫത്വ. ഇത് ശിർക്കാണോ എങ്കിൽ പറയൂ, ഷബാബ് ശിർക്കിലേക്ക് പറയൂ, അമാനികളുടെ പരിഭാഷ ശിർക്കിലേക്ക് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ശിർക്കാരോപണമില്ലേ, ഇത് മടവൂർ വിഭാഗം 10 കൊല്ലം പയറ്റിയതാ. ആയുധം അടിയറ വെച്ച് മർക്കസ് ദാവയിൽ പോയി കുത്തിയിരുന്നതാ, ഒന്നും പറയാൻ പറ്റാതെ. ആ 10 കൊല്ലം ഏതോ ജൂതൻ കയ്യിൽ കൊടുത്ത കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഈ ശിർക്കാരോപണത്തെ 10 കൊല്ലം കൊണ്ട് അടിയറ വെച്ച് പോകേണ്ട അവസ്ഥയിൽ തകർത്തപ്പോ 2011-12 കാലഘട്ടത്തിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിലർക്ക് ചില അജണ്ടകൾ നടപ്പാക്കേണ്ടതുണ്ട്. ആ അജണ്ടകൾക്ക് വേണ്ടി, കേവല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മടവൂർ വിഭാഗത്തിൽ നിന്നും ആ അജണ്ട ഇങ്ങോട്ട് കടമെടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ പാത പിൻപറ്റിക്കൊണ്ട് KNMന്റെ പ്രസിഡന്റായിരുന്ന TP അബ്ദുള്ള കോയ മദനി, അന്ന് സലാം സുല്ലമി ഇന്റർവ്യൂ കൊടുത്തത് സെൻസിങ്ങിനാണെങ്കിൽ അദ്ദേഹം ഒരു ലീഗുകാരൻ കൂടി ആയതുകൊണ്ടാകാം സത്യധാരക്ക് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു. ആര്? TP അബ്ദുള്ള കോയ മദനി. എന്നിട്ട് പറയുകയാണ്, എന്റെ അണികൾക്കിടയിൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു സംസ്ഥാന പ്രസിഡന്റ് പറയാണ്, എന്റെ അണികൾക്കിടയിൽ ജിന്നിനോട് വിളിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറയുന്നവരുണ്ട് എന്ന്. ഇവിടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി
പ്രസിദ്ധീകരിക്കുന്ന സമസ്തക്കാരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ പോയി ഇന്റർവ്യൂ കൊടുത്തു. സെൻസിങ്ങിനേക്കാൾ ഉഷാറായി വമ്പിച്ച ഫോട്ടോ, അത്ര വലിയൊരു ഫോട്ടോ വിചിന്തനത്തിൽ പോലും ഇതുവരെ ടിപിയുടേത് വന്നിരിക്കുകയില്ല. അമാതിരി ഫോട്ടോ കൊടുത്ത് അത് സത്യധാരക്കാർ ആഘോഷിച്ചു. ഇല്ലേ, ഇവിടെയാണ് ഈ ശിർക്കാരോപണം. അറിയുക, ജിന്നെ കാക്കണേ എന്നൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. മലക്കെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്. ഏതുപോലെ മുഹൈദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാകുന്നത് പോലെ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാകുന്നത് പോലെ, ജിന്നെ കാക്കണേ എന്നും മലക്കെ കാക്കണേ എന്നും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ പറഞ്ഞ സഹായത്തേട്ടം ഒരാളോട് നടത്തിയാലും അത് ശിർക്കാണ്. ജിന്നിനോടായി, മനുഷ്യരോടായി, മുമ്പിലുള്ള മനുഷ്യരോട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ പരിധിയിൽപ്പെട്ട സഹായം തന്റെ മുമ്പിൽ ജീവനോടെയുള്ള മനുഷ്യനോട് തേടിയാലും, ആ സഹായം ആവശ്യപ്പെട്ടാലും അത് ശിർക്കാണ്. ഇവിടെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അമുസ്ലിം ദഅവക്ക് വേണ്ടി നെഞ്ചിലേറ്റിയ ബഹുമാന്യ സുഹൃത്ത് എം അക്ബർ സാഹിബ് തൗഹീദിനെതിരെ സംസാരിച്ചതിന് ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വന്നത്. അദ്ദേഹം താല്പര്യക്കാരുടെ ഉള്ളിൽ പെട്ടുപോയപ്പോൾ അദ്ദേഹം എഴുതി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സഹായം തേടുന്നു മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. ശിർക്കൻ വാദമാണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ സഹായത്തേട്ടത്തിൽ മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ല. മാതാ അമൃതാനന്ദമയി മനുഷ്യനല്ലേ. അവർ നമ്മുടെ മുമ്പിൽ വന്നാൽ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് അവരോട് പറഞ്ഞാൽ അത് ശിർക്ക. മുമ്പിലുണ്ടെങ്കിൽ പോലും മനുഷ്യനാണെങ്കിൽ ശിർക്കാണ്. കാരണം റബ്ബിനോട് മാത്രമാണ് ആ സഹായത്തേട്ടം. സഹോദരങ്ങളെ, മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ നമുക്ക് പാടില്ല. ആശയപരമായ ഒരു വ്യത്യാസം പറഞ്ഞുവെന്ന് മാത്രം. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടി 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മടവൂർ വിഭാഗം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ആ മടവൂരി ഹദീസ് നിഷേധത്തിന്റെ ബാധ KNM-നെ പിടിപെട്ടു. 2011, 2012 കാലഘട്ടത്തിൽ അതെ ഡെങ്കി ഫീവർ വന്നാൽ, ഡെങ്കിപ്പനി വന്നാൽ അതിനൊരു കാലയളവുണ്ട്. അതോടുകൂടി ആ അസുഖം മാറിപ്പോകും. മഞ്ഞപ്പിത്തം വന്നാൽ അതിനൊരു കാലയളവുണ്ട്, അത് മാറിപ്പോകും. പക്ഷേ ഇപ്പോൾ KNM-നെ പിടിപെട്ട പനിയുണ്ടല്ലോ, ആ പനി രക്തത്തിലേക്ക് പ്രവേശിച്ചു, അണുക്കൾ വർദ്ധിച്ചു. അവസാനം തീരുമാനിക്കുകയാണ്, എന്നാ പിന്നെ മടവൂരി ബാധ വേണ്ട, നമ്മൾ മടവൂരികളായി കളയുക എന്നിടത്തേക്കാണ് എത്തിയത്. അതാണ് കൈതേരിയിൽ സംഭവിച്ചത്. കൈതേരിയിൽ ജില്ലയുടെ മടവൂർ വിഭാഗത്തിന്റെ ജില്ലയുടെ ഭാരവാഹിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ വരുവിൻ, മിമ്പറിന്റെ മുകളിലേക്ക് കയറുവിൻ, നിങ്ങൾ ഖുത്ബ നടത്തിക്കോളൂ. എത്തിയില്ലേ? എന്തിന്റെ പേരിൽ? അപ്പൊ എന്തിനായിരുന്നു 10 കൊല്ലം ഇവിടെ തല്ലുകൂടിയത്? എന്തായിരുന്നു 10 കൊല്ലത്തെ പ്രശ്നം? പിരിഞ്ഞു പോയപ്പോൾ മടവൂർ വിഭാഗം എഴുതി, മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. പിരിഞ്ഞു പോയപ്പോ മടവൂർ വിഭാഗം എഴുതിയതാ, പത്രങ്ങൾക്ക് കൊടുത്തതാ. 2012 ആഗസ്റ്റ് 16 ശബാബ് പ്രസിദ്ധീകരിച്ചതാ. എന്താ പ്രസിദ്ധീകരിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. അറിയുമോ, മടവൂർ വിഭാഗത്തിലെ അബ്ദുസ്സലാം സുല്ലമി പ്രദാനം ചെയ്യുന്ന വിഭാഗം, അവർക്ക് കഴിഞ്ഞ പെരുന്നാൾ ബുധനാഴ്ചയായിരുന്നു, അവർക്ക് നോമ്പ് ചൊവ്വാഴ്ചയായിരുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ പെരുന്നാൾ കഴിച്ച വ്യാഴാഴ്ചയല്ല. മടവൂർ വിഭാഗം മൊത്തമല്ല, മടവൂർ വിഭാഗത്തിലെ ആസ്ഥാന പണ്ഡിത